നിങ്ങൾ ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് സ്റ്റുഡന്റ് ആണെന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ മൊത്തത്തിൽ കാണുക. അപ്പൊ എന്റെ കുട്ടികളുടെ പലരുടെയും വിചാരം എന്ന് പറയുന്നത് ഞാനൊരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് സ്റ്റുഡന്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു മാർക്കാണ് ഈ ഫുൾ മാർക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫുൾ A+ എന്ന് പറയുന്നത് ചിന്തിച്ചിരിക്കാവും അല്ലെ? അല്ല മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ ഒരുപാട് ഫുൾ മാർക്ക് അല്ലെങ്കിൽ ഫുൾ A+ വാങ്ങിക്കുന്ന ഒരുപാട് കുട്ടികൾ ഇതേപോലെ ആവറേജ് അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് സ്റ്റുഡന്റ് ആയി അവർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ആ ഒരു പ്രിപ്പറേഷൻ മൂലം അവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മാർക്ക് തന്നെ നേടിയെടുക്കാൻ പറ്റിയ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മിസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ടിപ്സ് പറഞ്ഞു തരാൻ വേണ്ടി പോവാണ്. അപ്പൊ ആ ടിപ്പുകൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫുൾ മാർക്കിലേക്ക് തന്നെ എത്താൻ പറ്റും. ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്ര സമയം എടുക്കുമ്പോഴാണ് ഒരു ടോപ്പിക് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് എന്നുള്ള കാര്യം നമ്മൾ സ്വയം തന്നെ നോക്കണം. അതിപ്പോ മിസ്സിന് ഒരിക്കലും എന്റെ കുട്ടികളോട് പറഞ്ഞു തരാൻ പറ്റില്ല നിങ്ങൾ 1 മണിക്കൂർ ഇരുന്ന് പഠിക്കുക അല്ലെങ്കിൽ 2 മണിക്കൂർ ഇരുന്ന് പഠിക്കുക എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെ ആദ്യം മനസ്സിലാക്കുക. അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങൾ ഒരു ടോപ്പിക് എടുക്കുന്നു, ആ ടോപ്പിക് പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നു, ആൻഡ് എത്ര സമയം ആ ഒരു ടോപ്പിക് നിങ്ങൾക്ക് മനസ്സിലാക്കി കൃത്യമായിട്ട് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ എത്ര സമയം എടുക്കുന്നു എന്നുള്ളത് നോക്കുക. അതിനനുസരിച്ച് വേണം നമ്മളുടെ സ്റ്റഡി ടൈം അതിനനുസരിച്ച് എന്റെ കുട്ടികൾ പ്ലാൻ ചെയ്യാം. അപ്പം ചിലപ്പോൾ 1 മണിക്കൂർ നമുക്ക് മതിയായിരിക്കും, ചിലപ്പോൾ 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ നമുക്ക് പഠിക്കുമ്പോഴായിരിക്കും കൃത്യമായിട്ട് നമുക്ക് പോർഷൻസും കാര്യങ്ങളും ഒക്കെ പഠിച്ചു തീർക്കാൻ വേണ്ടി പറ്റുക. അപ്പൊ ആദ്യം എന്റെ കുട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് എത്ര സമയം എടുത്താലാണ് ഒരു ടോപ്പിക് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പഠിക്കുന്ന രീതിയാണ്. നമുക്ക് വ്യത്യസ്ത രീതികളിൽ നമുക്ക് പഠിക്കാൻ പറ്റും അല്ലെ? ഒന്നുമില്ലെങ്കിൽ നമുക്ക് വായിച്ച് പഠിക്കാം, ഇല്ലെങ്കിൽ മൈൻഡിൽ റീഡ് ചെയ്ത് പഠിക്കാം, ചിലപ്പോൾ ഉറക്കെ വായിച്ച് നമുക്ക് പഠിക്കാം, ഇല്ലെങ്കിൽ എഴുതി പഠിക്കാം. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ ചിലപ്പോൾ പറയും ഞാൻ വായിച്ച് പഠിക്കാറേ ഉള്ളൂ, ഞാൻ എഴുതിയൊന്നും പഠിക്കാറില്ല എന്ന് പറയില്ലേ. അപ്പൊ നമ്മൾ വിചാരിക്കും അപ്പൊ ചിലപ്പോൾ ഞാൻ എഴുതി പഠിക്കുന്നതുകൊണ്ടായിരിക്കും എനിക്ക് പറ്റാത്തത്, അതുകൊണ്ട് ഞാൻ ഇനി വായിച്ച് പഠിച്ചേക്കാം എന്ന രീതിയിൽ മറ്റുള്ളവർ ചെയ്യുന്ന രീതി നമ്മൾ കോപ്പി അടിക്കാതിരിക്കുക. അപ്പൊ നമ്മൾക്ക് എന്താണ് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെയാണല്ലേ, അപ്പൊ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യാന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതെല്ലാം ട്രൈ ചെയ്യുക. ആദ്യം നിങ്ങൾ വായിച്ച് പഠിച്ചു നോക്കുക, അതിൽ എത്ര സമയം നമ്മൾ എടുക്കുന്നുണ്ടെന്ന് നോക്കുക, എഴുതി പഠിച്ചു നോക്കുക. അപ്പൊ എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക. കാരണം എന്താ, നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ അല്ലെ, 1 വർഷം. അപ്പൊ ഇപ്പൊ നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള സമയമുണ്ട്. എക്സാമിന്റെ തലേ ദിവസങ്ങളിലാവുമ്പോൾ നമുക്ക് ഇതിനൊന്നും സമയം ഉണ്ടാവില്ല. സോ ഏത് രീതിയിലാണ് നമ്മൾ പഠിക്കാൻ നമുക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി നോക്കുക. ചിലപ്പം ചില ആൾക്കാർക്ക് രാവിലെ പഠിക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം, അല്ലെങ്കിൽ നല്ല പോലെ എന്ത് ചെയ്യും, നമ്മളുടെ രാവിലെ പഠിക്കുമ്പോൾ നമ്മളുടെ തലയിൽ കയറുന്നുണ്ടാവും. ചില ആൾക്കാർക്ക് വൈകുന്നേരം കുറേ സമയം ഇരുന്ന് പഠിക്കാം, രാത്രി ഒരുപാട് നേരം ഇരുന്ന് പഠിച്ചാൽ നല്ല പോലെ മനസ്സിലാവും. പക്ഷെ രാവിലെ എണീക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും അല്ലെ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം, ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ല രാവിലെയാണോ രാത്രിയാണോ എനിക്ക് വേഗം മനസ്സിലാവുന്നതെന്ന് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാം, രാവിലെ ഒരു ദിവസം എണീറ്റ് പഠിച്ചു നോക്കുക, അതേപോലെ തന്നെ രാത്രി ഒരു ദിവസം എണീറ്റ് പഠിച്ചു നോക്കുക. ഏതാണ് നിങ്ങൾക്ക് അത്ര ക്ഷീണമൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് അല്ലെ അത്യാവശ്യം നന്നായിട്ട് പഠിക്കാൻ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നതെന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി നമുക്ക് പറയാനുള്ളത് നമ്മുടെ സ്വന്തം ബ്രെയിനിനെ പറ്റിയാണ്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നമുക്ക് പലപ്പോഴും നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ബ്രെയിൻ എപ്പോഴാണ് ടയേർഡ് ആവുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാതെ അങ്ങനെ നമ്മൾ കുറേ നേരം ഇരുന്ന് പഠിച്ചു പോകും അല്ലെ? അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമ്മളെ പോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിനും. നമ്മുടെ ശരീരം ഒരുപാട് സമയം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീക്കായി പോകും അല്ലെ, നമുക്ക് ഉറക്കം വരും, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതേപോലെ നിങ്ങൾ ഒരുപാട് നേരം പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നീട് ഉറക്കം വരും, ടയേർഡ് ആയിട്ട് ഫീൽ ചെയ്യും, ഒന്നും മനസ്സിലാവാത്ത ഒരു അവസ്ഥ വരും, വെറുതെ പഠിക്കാനിരിക്കുന്ന പോലെയാവും. അപ്പൊ എപ്പോഴും നമ്മളുടെ ബ്രെയിനിന് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബ്രേക്ക് കൊടുക്കുക. അപ്പൊ കുറച്ചു നേരം പഠിക്കുന്നു, ഒരു കുട്ടി ബ്രേക്ക് എടുക്കുക, ആ ബ്രേക്ക് കുറെ നേരം നീളാതിരിക്കുക. അപ്പൊ ബ്രെയിനിന് സുഖം പിടിച്ചു അല്ലെ, അതായത് ഇനി ഞാൻ പഠിക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ ഇനി നാളെ പഠിച്ചേക്കാം എന്ന് തോന്നും. അങ്ങനെ ചെയ്യരുത്. അപ്പൊ പഠിക്കുന്നു, ഒരു ചെറിയ ബ്രേക്ക് എടുക്കുന്നു, അപ്പൊ ഒന്ന് പുറത്തൊക്കെ പോയിട്ട് ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ്സിന്റെ അടുത്തൊക്കെ സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റീസ് ചെയ്യുക, വീണ്ടും തിരിച്ചു വരുന്നു, നിങ്ങളുടെ ആ ഒരു പഠനം കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെ ബ്രേക്ക് എടുത്ത് പഠിക്കുമ്പോൾ നമ്മളുടെ ബ്രെയിനും എന്ത് ചെയ്യില്ല, ടയേർഡ് ആവില്ല. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നതാണ് ഫുഡും അതേപോലെ തന്നെ സ്ലീപ്പും. അപ്പൊ പലരും പഠിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ടെൻഷനൊക്കെ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഫുഡ് പോലും കഴിക്കാൻ മറന്നു പോകുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ടെൻഷൻ അടിച്ചിട്ട് കൃത്യമായിട്ട് ഉറക്കം പോലും ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പൊ എന്താ പ്രശ്നം പറ്റുക, അപ്പം ഇങ്ങനെ നിങ്ങൾ ഫുഡും കഴിക്കുന്നില്ല, അതേപോലെ തന്നെ കൃത്യമായിട്ട് ഉറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ അതും നിങ്ങളെ വിപരീതമായിട്ടാണ് നമ്മളെ ബാധിക്കുക.
അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഫുഡ് കഴിക്കണം. അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള മണിക്കൂറുകൾ നമ്മൾ ഉറങ്ങാൻ കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം മുതലേ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുകൾ വരില്ല അല്ലെ? കാരണം എന്താ, നമ്മൾ അവസാനം പരീക്ഷയുടെ തലേ ദിവസങ്ങളിൽ ഇരുന്ന് പഠിക്കുമ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഒരു ദിവസം പഠിക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ബ്രേക്ക് എടുക്കാൻ സമയം ഉണ്ടാവില്ല, ഫുഡ് കഴിക്കാൻ സമയം ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഒന്നിനും നമുക്ക് നേരമില്ലാണ്ടായി പോകും. പക്ഷെ അതിനുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടൂല. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളെ തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അല്ലെ? എപ്പോഴാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, നമ്മളുടെ ബ്രെയിനിനെ എങ്ങനെയാണ് നമ്മൾ സന്തോഷിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം പഠിച്ചു തുടങ്ങുക. അപ്പൊ ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ക്ലാസ്സസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ നമുക്ക് അതിനെല്ലാമുള്ള സമയമുണ്ട്. ഇപ്പോഴേ എന്റെ കുട്ടികൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ അല്ലെങ്കിൽ ഓരോ ഇപ്പൊ 9ാം ക്ലാസ് ആവുമ്പോൾ തന്നെ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള നമ്മളെ മിസ്റ്റേക്സ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഗിവ് അപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പം എന്റെ കുട്ടികൾ ആരും ഗിവ് അപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ആവറേജ് ബിലോ ആവറേജ് സ്റ്റുഡന്റിനും മക്കളെ ഏറ്റവും ടോപ്പിലേക്ക് എത്താനുള്ള ഒരു അവസരം ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ട് ചുറ്റുമുള്ള റിസോഴ്സസ് എന്റെ കുട്ടികൾ ഉപയോഗിക്കുക. അപ്പൊ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഹെൽപ്പ് ചെയ്യാനാണ് നമ്മളുടെ ആൽഫ ബാച്ച് ഉള്ളത്. അപ്പൊ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാം, യൂട്യൂബിലെ ക്ലാസ്സസ് കണ്ടു പഠിക്കാം. അപ്പൊ എല്ലാ കാര്യത്തിനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എക്സാമിനർ ഉണ്ട്. അപ്പൊ ഓരോ പ്രതിസന്ധികളിലും നിങ്ങൾക്ക് ഇതുപോലെ ചെറിയ ചെറിയ മോട്ടിവേഷൻ ആയിട്ട് നമ്മുടെ ചാനലുകൾ വീഡിയോസും കാര്യങ്ങളും ഒക്കെ വരും. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.